ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റവ പൊറോട്ട ആയിട്ടാണ്. വെറും 2 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ പൊറോട്ടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നല്ല പൊടിയായിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിക്കകത്ത് ഇട്ട് കൊടുത്ത് ഞാനിതാ ഈ ഒരു കണക്കിന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ റവ എന്ന് പറയുന്നത് നമ്മുടെ മൈദയുടെ പൊടി പോലെയോ കോൺഫ്ലവറിൻ്റെ പൊടി പോലെയോ വളരെ അത്രയും നൈസായിട്ട് നമുക്ക് കിട്ടത്തില്ല. ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതാണ് അതിൻ്റെ ഒരു റേഷ്യോ കേട്ടോ. നിങ്ങൾ മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല, ഏത് കപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ വെള്ളം ഈ ഒരു കണക്കിന് നന്നായിട്ട് തന്നെ വെട്ടിത്തിളച്ച് വരുന്ന ഒരു സമയത്ത് ഫ്ലെയിം പതുക്കെ ലോയിലോട്ട് ആക്കുക. അതിനുശേഷം നമ്മളിതാ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന റവ എല്ലാം കൂടെ ഒരുമിച്ചിടാതെ കുറേശ്ശെ ഇട്ട് നമുക്കറിയാം ഈ റവ നമ്മൾ ഒരു വെള്ളത്തിനകത്ത് ഇടുമ്പോഴത്തേക്കും കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് നിന്ന് കൈവിടാതെ തന്നെ ഇതിങ്ങനെ ഇളക്കി ഇതിലത്തെ വെള്ളമെല്ലാം വറ്റി നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവം ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഈ ഒരു സമയത്ത് പതുക്കെ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നന്നായിട്ട് തന്നെ ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ മാവ് ഒരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചൂടോട് കൂടെ കുറച്ച് നേരം തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് മാവിന് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ആ കറിയൊക്കെ ഇളക്കുന്ന മരത്തിൻ്റെ തവി ഉണ്ടല്ലോ, ആ തവി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നമ്മുടെ കൈയൊന്നും പൊള്ളാതെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും. അപ്പം മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം, കോൺഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറേശ്ശെ ചേർത്ത് നമുക്ക് അതിൻ്റെ ഒരു പരുവം നമുക്കറിയാം. നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ ശരിക്കും നല്ലൊരു ചപ്പാത്തിയുടെ ഒരു മാവ് കുഴയ്ക്കുന്ന കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ ആ ചൂടോട് കൂടെ തന്നെ വേണം നമുക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ട് ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടൊക്കെ ചെറുതായിട്ട് ആറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൈയൊക്കെ തൊടാൻ പറ്റുന്ന ഒരു ചൂടാവുമ്പോഴത്തേക്കും കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ മൊത്തം 1/2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും 1/4 കപ്പോളമുള്ള മൈദപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് നമുക്ക് കുറച്ചൊരു എണ്ണ ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡ്രൈ ആയി പോവാതെ ഒന്നും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അത് ഇപ്പം തന്നെ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും ഞാനൊരു 3 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നോക്കാം. 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല പഞ്ഞി പോലത്തെ മാവായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ബോൾസ് നമ്മൾ മാവ് എടുത്തിട്ട് അത് ബോളുകളാക്കി എടുക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഞാനിവിടെ ഒരു മിനി ആയിട്ടുള്ള രീതിയിലാണ്, കുട്ടിയായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് അതാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചപ്പാത്തി പരത്തുന്ന കണക്ക് തന്നെ ആവശ്യത്തിനുള്ള പൊടിയിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോളർ വെച്ച് പരത്തുമ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ അത്രയും സ്ട്രോങ് ആയിട്ടും പ്രസ് ചെയ്തിട്ടും ഇത് പരത്തരുത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ അന്നേരം പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ ചെറുതായിട്ട് വിള്ളലൊക്കെ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒട്ടും പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റായിട്ടാണ് ഇതൊന്ന് പരത്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അരു എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വരിക. പക്ഷേ അത് നമ്മളൊരു അച്ച് പോലത്തെ
ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു വട്ടം കിട്ടാനായിട്ടുള്ള രീതി ഉണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമുക്ക് പാത്രങ്ങളുടെ അടപ്പ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ പോലെ ഒരു മിനി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. കട്ടർ വെച്ചിട്ട് ഇതേ നടുവേ ഇങ്ങനെ ഒന്ന് എടുക്കുക. അതാ നമ്മുടെ റവ പൊറോട്ട ഇവിടെ റെഡിയാണ്. വളരെ ഈസി അല്ലേ, രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ തിക്നെസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. നല്ല തിക്കായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. അത് ഞാനിവിടെ ഒരു മീഡിയം സൈസിലായിട്ടുള്ള ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതും കൂടെ ഒന്ന് പരത്തി കാണിക്കാം. ഇതാ കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ പരത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇത്രയും പൊറോട്ട നമുക്ക് മിനി പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി ചുടുന്ന കണക്ക് തന്നെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്ത് ശരിക്കും ഇതൊരു മിനി പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫ്രൈങ് പാനിൽ 2, 3, 4 എണ്ണൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറച്ച് കാണിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം ആദ്യം കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, വളരെ കുഞ്ഞീതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൊറോട്ട റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ ഒരു 3 എണ്ണം വെച്ച് ചുട്ടെടുക്കുന്നതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റവ പൊറോട്ട, മിനി റവ പൊറോട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതിവിടെ റെഡിയാണ്. നല്ല സ്വാദാണ്, നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞിക്കുട്ടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണേന്നുള്ളത് നമുക്ക് കാണാം. കണ്ടോ, അത്രയും സോഫ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും ആണ് ഇതിങ്ങനെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വെറും 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മെയിനായിട്ട് ഇതിന് വേണ്ടത് റവയും മൈദയാണ്. ഇനി മൈദയ്ക്ക് പകരം ഞാൻ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കണം. നമുക്കിത് ലഞ്ചിൻ്റെ സമയത്തും ഡിന്നറിൻ്റെ സമയത്തും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും ഏത് കറിയുടെ കൂടി നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഒരുപോലെ പോകുന്ന ഒരു ഒരു പൊറോട്ടയാണിത്. അപ്പോൾ ഇത് ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് മടുക്കുന്നവർക്കും കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.